ഫ്രണ്ട്സ് എല്ലാവർക്കും കാറ്റത്തെ ക്ലിക്ക് കൊടുന്ന സൂപ്പർ കിറ്റ് പരമ്പരയുടെ സൂപ്പർ അപ്കമിംഗ് വിശേഷത്തിലേക്ക് സ്വാഗതം. അതിനുമുമ്പ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാ ദിവസവും പുതുപുത്തൻ വിശേഷങ്ങളുമായിട്ട് എത്തുന്നുണ്ട്. അപ്പം വരും ദിവസങ്ങളിൽ നടക്കാൻ പോകുന്ന വിശേഷം എന്ന് പറയുന്നത് നമ്മുടെ നിധിക്ക് ഒരു ജോലി ലഭിക്കുന്ന ഒരു സന്തോഷകരമാകുന്ന വാർത്തയാണ്. അത് സുധീഷ് വഴിയാട്ടോ നമുക്ക് ഈ നമ്മുടെ നിധിക്ക് ജോലി ലഭിക്കുന്നത്. അങ്ങനെ സുധീഷിൻ്റെ വാഹനത്തിൽ സ്ഥിരം യാത്ര ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റിയിലുള്ള ഒരു ടീച്ചർ വഴി നിധിക്ക് ആ സർട്ടിഫിക്കറ്റ് എല്ലാം സുധീഷ് മേടിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നിധിക്ക് വളരെ സന്തോഷമായി. തൻ്റെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കും. ഇനി അഭിമാനത്തോടു കൂടി തനിക്ക് ജോലി ചെയ്യണം, തൻ്റെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കണം എന്നൊരു തീരുമാനമെടുക്കുകയും അങ്ങനെ നിധി ഒരുപാട് ജോലി സ്ഥലങ്ങളിൽ കമ്പനികളിൽ ജോലിക്ക് ട്രൈ ചെയ്യുന്നുണ്ട്. അവിടെയൊക്കെ ചെറിയ ചെറിയ പരാജയങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിലും ഒടുവിൽ നിധി ആ ആഗ്രഹിച്ച കാര്യം നേടിയെടുക്കുകയാണ്. അങ്ങനെ പരിശ്രമത്തിൻ്റെ ഫലമായി നിധി വലിയൊരു കമ്പനിയിൽ ജോലി ചെയ്യുകയാണ്. തുടക്കം ശമ്പളം നിസ്സാര ശമ്പളം ഉള്ളെങ്കിലും തൻ്റെ ഉദ്ദേശം ശമ്പളമല്ല, മറിച്ച് താൻ പഠിച്ച കാര്യങ്ങൾ, ആ കാര്യങ്ങളിൽ തന്നെ തനിക്കൊരു ജോലി ചെയ്യണം എന്നതായിരുന്നു നിധിയുടെ ആഗ്രഹം. അങ്ങനെ നിധിക്ക് ആ ജോലി ലഭിക്കുന്നു. അങ്ങനെ ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ സുധീഷ് കൊണ്ടുവിടുന്നു. അതിനുശേഷം നിധി നികേഷുമായിട്ട് ബസ് സ്റ്റോപ്പിലേക്ക് പോകുന്നു. അങ്ങനെ അവിടുന്ന് ബസ് കയറി ജോലി സ്ഥലത്തേക്ക് പോകുന്നൊരു ഭാഗമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം എല്ലാവരും സുധീഷ് പറയുന്നുണ്ട്, അങ്ങനെ ബസ്സിൽ നിന്നും കയറി നിധി പോകണ്ട, അതിൻ്റെ കാര്യമില്ല, ഞാൻ ജോലി സ്ഥലത്ത് കൊണ്ടാക്കിക്കോളാം എന്ന് പറയും കേട്ടോ. അപ്പോൾ പറഞ്ഞ് അതിൻ്റെ കാര്യമില്ല എന്ന് നിധി പറയുന്നുണ്ട്. അന്നേരം സുധീഷ് വീണ്ടും പറയാം, അതിൻ്റെ എന്തുകൊണ്ട് ഞാൻ കൊണ്ടുവിട്ടാൽ എന്താണ് കുഴപ്പം, ഈ ബസ്സിലൊക്കെ കയറി യാത്ര ചെയ്ത് ശീലമുണ്ടോ നിധിക്ക് എന്ന് ചോദിക്കുക. അപ്പം നിധി സുഭാഷേട്ടനോട് പറയാം, സുഭാഷേട്ട ഒന്ന് സുധീഷിനോട് പറ, എന്നെ ഒന്ന് ഫ്രീ ആയിട്ട് വിടാൻ പറ, എൻ്റെ ആഗ്രഹമാണ് ഇതൊക്കെ, എൻ്റെ വീട്ടുകാർ ചെയ്തതുപോലെ തന്നെ നിങ്ങൾ എന്നോട് ചെയ്യല്ലേ. കാരണം എൻ്റെ വീട്ടുകാരനെ ഇങ്ങോട്ടും ഇറങ്ങാൻ സമ്മതിക്കാതെ അല്ലെങ്കിൽ അടച്ചിട്ടിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു, ഒരു സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥയായിരുന്നു. അതിൽ നിന്ന് മോചിതയാകുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് സാധാ രീതിയിൽ ഇത്രയും നാൾ അനുഭവിക്കാത്ത കാര്യങ്ങളൊക്കെ എനിക്ക്, അല്ലെങ്കിൽ ഇത്രയും നാൾ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യണം. അതുകൊണ്ട് എനിക്ക് അല്പം സ്വാതന്ത്ര്യം വേണം. അതുകൊണ്ട് സുധീഷിനോട് എൻ്റെ കൂടെ വരല്ലേ എന്ന് പറയണമെന്ന് പറയാം. അപ്പം നിധിയോട് സുഭാഷ് പറഞ്ഞു, മോളെ അങ്ങനെ ഒറ്റയ്ക്കൊക്കെ പോകുന്നത് എങ്ങനെയാണെന്ന് ചോദിക്കുക. സുഭാഷേടാ, എൻ്റെ ഒരു ആഗ്രഹമാണ് ഇതൊക്കെ, എനിക്ക് ബസ്സിൽ കയറി എല്ലാവരും പോകുന്ന പോലെ ജോലി സ്ഥലത്തേക്ക് പോകണം, അങ്ങനെ നടന്ന് തിരിച്ച് വീട്ടിൽ വരണം, ഇതൊക്കെ എൻ്റെ ഒരു ആഗ്രഹമാണ്. അതൊക്കെയാണ് എൻ്റെ ആ ആഗ്രഹങ്ങൾ സാധിക്കാനല്ലേ നിങ്ങളൊക്കെ എന്നോട് കൂടെ നിൽക്കേണ്ടത് എന്ന് ചോദിക്കുക. അപ്പോൾ ഒടുവിൽ സുഭാഷ് പറയാം, ശരിയാ മോളുടെ ആഗ്രഹം അതൊക്കെയാണെങ്കിൽ നടക്കട്ടെ, അതൊക്കെ ഒരു വലിയൊരു ആഗ്രഹം, വലിയൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് സുധീഷ് നീ കൂടെ പോകണ്ട, നിധി തന്നെ പൊക്കോളും എന്ന് പറയണം. അപ്പോൾ ആദ്യത്തെ ദിവസം മാത്രം സുധീഷ് കൊണ്ടുവിട്ട് പിന്നീടെല്ലാം നിധി ഒറ്റയ്ക്ക് ബസ്സിൽ കയറി യാത്ര ചെയ്ത് ജോലി സ്ഥലത്തേക്ക് പോകുന്നൊരു കാഴ്ചയുണ്ട്. എന്നാൽ ഈ സമയത്തൊക്കെ ബസ് സ്റ്റോപ്പ് വരെ നിധിക്ക് കൂട്ടായിട്ട് നികേഷ് ചെല്ലുന്നതിൽ യാതൊരു തടസ്സവുമില്ല. കാരണം നികേഷുമായിട്ട് അത്രത്തോളം അടുത്ത ബന്ധം നിധിക്കുണ്ട്. കാരണം നിധിയുടെ ഒപ്പം ഇടതും വലത്തും നികേഷുണ്ട്. കാര്യങ്ങൾ പറയാനും സംസാരിക്കുവാനും ആശ്വസിപ്പിക്കുവാനും ഒക്കെ നികേഷ് ഉള്ളതുകൊണ്ട് തന്നെ നികേഷിനെ കൂടെ കൊണ്ടുപോകുന്ന ചില ഭാഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് സുധീഷ് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. വേറെ ഒന്നും കൊണ്ടല്ല, നികേഷിനോടൊപ്പം പോകാമെങ്കിൽ പിന്നെ ഞാൻ കൊണ്ടുവിട്ടാൽ എന്താണെന്നൊക്കെ ഒരു മനസ്സിലൊരു തോന്നലൊക്കെ ഉണ്ടെങ്കിലും നിധി അത് സമ്മതിക്കുന്നില്ല. അങ്ങനെ ജോലി ലഭിക്കുന്നു. അങ്ങനെ ജോലി ലഭിച്ചതിന് ശേഷം എല്ലാവർക്കും നിധി ഗിഫ്റ്റ് കൊണ്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവർക്കും ഡ്രസ്സ് എടുത്ത് കൊടുക്കുന്നു. നമ്മുടെ സുഭാഷിന് കൊടുക്കുന്നു, അതുപോലെ ഹരീഷിന് കൊടുക്കുന്നു, നികേഷിന് ഡ്രസ്സ് എടുത്ത് കൊടുക്കുന്നു. ഒപ്പം ഭാസ്കറിന് പോലും, തൻ്റെ അച്ഛന് പോലും, സുഭാഷിൻ്റെ അച്ഛന് പോലും ഡ്രസ്സ് എടുത്ത് കൊടുക്കുക. ഒടുവിൽ സുധീഷിന് മാത്രം ഡ്രസ്സ് എടുക്കുന്നില്ല. കാരണം എല്ലാവർക്കും മേടിച്ചു കൊടുക്കുമ്പോൾ എല്ലാവരും സന്തോഷത്തോടു കൂടി കൈനീട്ടി അത് സ്വീകരിക്കുന്നു. ഈ സമയത്ത് സുധീഷ് എനിക്ക് ഇപ്പം കിട്ടും എന്നോർത്തി നിൽക്കുകയാണ്. കാരണം ആ സമയത്തൊന്നും നിധി സുഭാഷിന് വേണ്ടി ഒന്നും മേടിച്ചിട്ടില്ല. അപ്പോൾ സുഭാഷിന് വളരെ സങ്കടമുണ്ടാകുകയും അങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ എല്ലാവരും ഡ്രസ്സൊക്കെ ഇട്ട്, സൂപ്പർ ഡ്രസ്സാണ് എനിക്ക് കിട്ടിയത്, ഇത്രയും വിലയുള്ള ഡ്രസ്സാണോ അപ്പോൾ 1000-ന്റെ മണ്ടൽ വിലയുള്ള ഡ്രസ്സുകളൊക്കെയാണ് നിധി എടുത്തു കൊടുക്കുന്നത് സുഭാഷിനൊക്കെ കേട്ടോ. അപ്പോൾ ഈ സുഭാഷ് അങ്ങനെ 400-ന്റെ മണ്ടലിട്ട് ഒരു ഡ്രസ്സ് ഇട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ നിധിയോട് പറയുന്നുണ്ട്, മോളെന്തിനാ ഇത്രയും വലിയ പൈസ കൊടുത്ത് ഡ്രസ്സ് മേടിച്ചത്, ഞാൻ ഈ കാശുണ്ടായി 4 ഡ്രസ്സ് മേടിച്ചോണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിരുന്നാലും സുധീഷിന് ആ ഡ്രസ്സ് കൊടുക്കുന്നില്ല. ഒടുവിൽ നിരാശനായി നിൽക്കുന്ന കണ്ടപ്പോൾ നിധിയുടെ ഒരു ചെറിയൊരു അടവായിരുന്നു. നിധി സർപ്രൈസായിട്ട് നിരാശനായി നിൽക്കുന്ന സുധീഷിൻ്റെ അടുത്തേക്ക് വരികയും അങ്ങനെ ഒരു സർപ്രൈസായിട്ട് ഒരു ഷർട്ട് എടുത്ത് കൊടുക്കുകയും ചെയ്യുന്ന ഒരു രസകരമാകുന്ന നിമിഷങ്ങളൊക്കെ വരുന്ന എപ്പിസോഡിൽ കാണാം. അത് കഴിയുമ്പോഴും വലിയ ട്വിസ്റ്റുകളൊക്കെ
നിധിയുടെ ഓഫീസിൽ നടക്കുന്നുണ്ടോ, അങ്ങനെ വലിയ പ്രശ്നങ്ങളുണ്ടാകുന്നു, അതൊക്കെ വരുന്ന ദിവസത്തെ എപ്പിസോഡിൽ പറയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എല്ലാ ദിവസവും കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.